ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈദ് മുബാറക് ഗായ്സ്. അപ്പം നമ്മുടെ വലിയ പെരുന്നാളാണ്. കുറേ കാലത്തിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വലിയ പെരുന്നാള്. വലിയ പെരുന്നാൾ നല്ല എല്ലാ പെരുന്നാളും. അപ്പൊ നിങ്ങൾ തകർക്കും. അത് പെരുന്നാൾ തുടക്കം മുതൽ എല്ലാവരും താത്താരൊക്കെ എത്തുമ്പോൾ ഉച്ചല്ല പിറ്റേ ദിവസം രണ്ടാം പെരുന്നാളും ഉണ്ടാവില്ല. ആദ്യമായിട്ടാണ് രണ്ടാം പെരുന്നാൾ. നിസ്കരിക്കാൻ പോവാണ് 2010 ശേഷം 2010 ശേഷം ഫസ്റ്റത്തെ ബഹ്റൈനിൽ എന്തപ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് ആയിട്ടുണ്ട്. നാട്ടിൽ പോയ ഫസ്റ്റ് റോയിൽ നിൽക്കാറുണ്ട്. ഫിനു ബ്രോ, എന്താ നമ്മള് പ്രേക്ഷകരോട് പറയാല്ലേ? ആ ലോറിയിൽ ആടുണ്ട് ഗൈസ്. പാലക്കാക്ക് വരുന്നു സാനു. നമ്മളിനി വണ്ടി കയറി പോവാൻ നിൽക്കാണ്. താത്തേ നമ്മളെ ഡ്രൈവർ. എന്നിട്ട് നമ്മള് ലൊക്കേഷൻ ഉണ്ട്. ഇന്ത്യൻ സ്കൂളിലേക്ക് കറക്റ്റ് ആയിട്ട് വയ്യാറില്ലടാ. നമ്മളെ ഈദ്ഗാഹ് നമ്മൾ നേരത്തെ പോവാണ്. നമുക്ക് ഫസ്റ്റ് റോത്തിന്റെ സ്ഥലം പിടിക്കാൻ സമയം 4:10. നമ്മളിതാ ഇന്ത്യൻ സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മളെ ഈദ്ഗാഹ്. അത് കണ്ടില്ലേ, മിന്നിച്ചു പോവുകയാണ്. നമ്മള് നേരത്തെ കാലത്തിൽ എത്തിയാലുള്ളൂ ഫസ്റ്റ് സീറ്റ് ഇട്ടല്ലേ. നമ്മള് മെമ്പേഴ്സ് കുറെ ഉണ്ട്. നമുക്ക് അവിടെ ഇവിടെ സീറ്റ് ഇട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾക്ക് മിന്നിച്ച് പോണത്. അതെ, മിന്നിച്ച് പോണം. നമ്മൾ എന്നാ തന്നെ ലേറ്റാണ്. പോലെ താടി വളവിനെക്കാട്ടും പിന്നെ വളവ്. എന്താ പറയല്ലേ? നമ്മള് വർക്ക് ചെയ്യാൻ നമ്മക്ക് വേണ്ടി എടുത്തല്ലേ ഗൈസ്. നമ്മളിത് ആദ്യം വ്യക്തമായി താത്ത പാർക്ക് ചെയ്ത് നമ്മളെ ഡ്രൈവർ നടു റൂട്ടിൽ നമുക്ക് ഇറങ്ങാനുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. ഹായ് സാനു. ആരും ഉറങ്ങാണ്. ഹായ് ചുജു. ഈദ് മുബാറക്ക് പറഞ്ഞ നടന്നു തരുന്നുണ്ട്. നമ്മൾ ക്യാമ്പസിന്റെ ഉള്ളിൽ കയറി. മുസലിയിലേക്ക് കയറി ഇരിക്കാൻ പറയുന്നുണ്ട്. അത് ലേഡീസിന്റെ സെക്ഷന്, നമ്മുടെ ജെന്റ്സിന്റെ സെക്ഷന്. ഗൈസ്, അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നമ്മള് പോകല പരിപാടിയാണ്. ചായ വാങ്ങി തരാറാണ്. ചായ അവിടെ ഫ്രീ ആയതോടെ ഉണ്ടോ? എല്ലാവരുടെ അടുത്തും ഓരോ ജ്യൂസും ഒരു ബണ്ണും കാണാണ്ട്. നമുക്ക് പോയോക്കാം. എവിടെ കിട്ടുന്ന അറിയാലോ. എന്താ ജ്യൂസും ബണ്ണൊക്കെ സെറ്റ് ചെയ്തിരിക്കണേ. ചായ വേണം ഗൈസ്. വാ, ഇവിടെ എല്ലാരും ഫോട്ടോ എടുക്കണ തിരക്കിലാണ്. സാലിന് തരാല്ലേ? ടേസ്റ്റ് ഉണ്ടെന്നോ? ഗൈസ്, നല്ല വെയിൽ, അടിപൊളി ഫ്രെയിമാണ്. നല്ല വെയിലൊക്കെ ഉണ്ടായിട്ടില്ലേ? പിന്നെ ഇതാണ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. അവിടെ നേരെ നിൽക്കുന്നുണ്ട്. അതിനാണ് പ്രൊഫഷണൽ ക്യാമറാമാൻ. ക്യാമറ എടുത്ത് പോകുന്നു ഗൈസ്. ഗൈസ്, നമ്മളിതാ ഇപ്പഴത്തെ പരിപാടി കഴിഞ്ഞ് പോകാൻ പരിപാടിയാണ്. ഫോട്ടോയോ പറയല്ലേ? പെരുന്നാളിന്റെ നിസ്കാരം അടിപൊളിയായിരുന്നു. സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. സൂപ്പർ പരിപാടിയായിരുന്നു. അടിപൊളി നിസ്കാരം, വളരെ അടിപൊളിയാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്ന ആളാണ്. നാട്ടിലത്തെ അതേമാതിരിക്കുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും സെറ്റ് പരിപാടി. കുറച്ചൊരു എന്താണ് കുറച്ച് കൂടി പോയായിരിക്കും. ഒരു സംഭവം ആദ്യം നാച്ചുറലായിട്ട് പറയുന്നത്. അതില് ഞാൻ സൗണ്ട് കിട്ടിയില്ല, ഒന്നും ഇവിടെ പറയാൻ പറഞ്ഞാണ്. അതില് കുറച്ച് ഓവറായ സംശയം ഉണ്ട് അല്ലേ? ഓവറായാലും വിജയിക്കും. അതതിനല്ലേ. അല്ലാതെ ഒരു ദിവസം കിട്ടൂല എനിക്ക്. അന്ന് ഇട്ട് കണ്ടിട്ട്
കാക്കാണ് വൈറലാക്കി തരണ്ടേ. എന്നിട്ട് പിന്നെ മറ്റേ ഹനാൻസാന്റെ വ്ളോഗൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ ആൾക്കാർ ഇങ്ങനെ റീലിറക്കണേ, അതേപോലെ ഇറക്കി നമ്മുടെ വ്ളോഗ് ഫേമസ് ആയി ഇങ്ങനെ ഇങ്ങനെ പോണം. ജുഫി എനിക്കെന്താ പറയാല്ലേ? സ്കൂളിന്റെ പരിപാടിയാണ്. അവിടെ ഇഷ്ടമായിട്ടില്ല തോന്നുന്നു. കാക്കു പറയാമെന്ന് പറഞ്ഞോളി. ഓളെ സ്കൂളിന്റെ പരിപാടിയോട് ഓള് വളരെ ഹാപ്പിയാണ്. അതെ, അതെ കേക്ക് കുറെ കിട്ടിയോടെ ഹാപ്പിയാണ്. എന്നാലേ നിങ്ങളെ പോയി കയറി, ഞാൻ എന്നാ വണ്ടി കയറി. പോലെ ഞാനുണ്ട്. ബ്ലോഗറിനെ കൂട്ടാതെ ഒറ്റക്ക് പോകാൻ നോക്ക്. എന്നെ കൂട്ടാതെ ഒറ്റക്ക് പോകാൻ പരിപാടിയാണ്. ഞാൻ വീടെടുത്ത് വെറുപ്പിച്ചും കരുതിട്ടേ അല്ലേ? മനാമിക്കല്ലേ ആക്കം പോലെ പോയാ മതി. താത്ത പണ്ട് കാക്കു ഡ്രൈവിംഗ് അടുപ്പിച്ച പോലെ മനാമിക്ക് ഒറ്റക്ക് പോകാൻ നോക്കി. താത്താനെ പണ്ട് കാക്കു ഡ്രൈവിംഗ് അടുപ്പിച്ചപ്പോ പറഞ്ഞെടുത്താണ് സൈഡിലാണ്ട് ഇരിക്കും. മൈ പറഞ്ഞു തരൂല, ചോദിച്ചാൽ മോളുമില്ല, ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിരിക്കണെന്ന് അറിയാം. മനാമി കൂടിയുള്ള വഴിയൊക്കെ എനിക്കറിയാം, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അറിയില്ലടാ. ഫുൾ ടൈം അടിച്ചിട്ടാണ്ട് പോയിക്കോ അറിയാം. ഞാൻ ആ തോട്ടി പഠിച്ചതാണ് ഗൈസ്. പക്ഷെ ഇപ്പോഴും വയ്യ അറിയില്ലായിരുന്നില്ലേ? കാക്കുനോടൊന്ന് പറയാം. അതാ സുഖം അല്ലേ? അതാണ് സുഖം. എന്നാ കുഞ്ഞുമാക്കുനെ വിടാതെ പൊടിച്ചോളെ, അല്ലെ കുഞ്ഞുമാക്ക് ദാരൂസേ, ദാരൂസ്, ഹലോ ദാരു. ജൂഫി പറഞ്ഞേ എന്താണ് ഇപ്പയും ഷാലുക്കാക്കും അർദ്ദാനം പറഞ്ഞങ്ങാണ്ട് വഴി തെറ്റീന്ന്. കുഴപ്പമില്ല, നമ്മൾക്ക് ഇറങ്ങാൻ പോയതാണ് പറഞ്ഞാൽ മതി. വൈകിട്ടാല് കുഞ്ഞുമാക്കും ഉണ്ടല്ലോ. നെക്സ്റ്റ് പ്ലാൻ എന്താണ്? വീട്ടിൽ ചെല്ലണു, റെസ്റ്റ് എടുക്കണു, പായസം ഉണ്ടാക്കണു, വീഡിയോ എഡിറ്റ് ചെയ്യണോ, പോസ്റ്റ് ചെയ്യണോ? ഗൈസ് കുഞ്ഞുമങ്ങാക്ക് സിഗ്നൽ കടന്നു പോയി. നമ്മളിവിടെ സിഗ്നൽ ബ്ലോക്ക് ആയി ഗൈസ്. ഇനി നമ്മള് മൂഞ്ചി ഗൈസ്. ഇനി കുഞ്ഞുമങ്ങാക്കുനെ കിട്ടൂല. മേപ്പോട് റെഡിയാണ്. നമ്മളിതാ നമ്മളെ വീടെത്തി. വീടല്ല, ഫ്ലാറ്റ്. നമ്മളെ റിസർവ്ഡ് പാർക്കിംഗ് ആണ് ഗൈസ്. ഈ സാധനം എടുത്ത് ഇവിടെ വെക്കാം. പിന്നെ നമ്മള് റൂമിൽ പോയിട്ട് ഫുഡ് അടിക്കണം. അപ്പൊ നമുക്ക് കുട്ടികൾക്കില്ല പെരുന്നാൾ പൈസ കൊടുക്കാം. എല്ലാ കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പേരക്കുട്ടിക്കാനെ കൊടുക്കാം. എന്താ കിട്ടിയിരിക്കണേ? ആരെ തന്നെ? ഇമ്മച്ചേ തന്നെ. ഗൈസ് അങ്ങനെ നമ്മള് വീട്ടിലെത്തി. എന്താണ് ഫോട്ടോസൊക്കെ എടുത്ത് പുസ്തകം കഴിഞ്ഞു. ഇവിടെ അമ്മച്ചി നല്ല അടിപൊളി പായസം ഉണ്ടായി കൊടുത്തു. റെസിപ്പി ആണെങ്കിൽ കമന്റ് ബില. അതിനാരും ടേസ്റ്റ് ചെയ്തിട്ട് എക്സ്പ്രഷൻ ഇടി. കുടിച്ചിട്ടില്ല. സൂപ്പർ ചൂടുണ്ടാത്ത ഞങ്ങൾക്ക് വേറെ ആരും ആവശ്യമില്ല. ഗൈസ് നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പൊ താത്ത കുടിച്ചാലേ എന്റെ രസം പറഞ്ഞേ. ഇത് നമ്മുടെ നല്ല അടിപൊളി എന്ത് ചോറാ പിന്നത്? കിട്ടൻ ബിരിയാണി സൂപ്പർ സെറ്റ് ആക്കിയിട്ടുണ്ട്.
അങ്ങനെ കഴിച്ചതാ എല്ലാവരും ഫുഡ് കഴിക്കുന്ന പരിപാടിയിലാണ്. നല്ല അടിപൊളി കുട്ടൻ ബിരിയാണി, ചിക്കൻ 65, പിന്നെ അച്ചാർ, തൈര്. അപ്പം എന്നാ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇല്ലാത്ത ഫുഡ് കഴിച്ചിട്ട് നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി ഇനി പുറത്തു പോകാൻ നിൽക്കണം. നമുക്കിന്നൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ നമുക്ക് അങ്ങനെ പോയി എൻജോയ് ചെയ്യണം. ഞങ്ങളുടെ സ്പെഷ്യൽ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതിന്റെ വീഡിയോ അടുത്ത വീഡിയോ അപ്പൊ അത് അടുത്ത എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സ്റ്റേ ട്യൂൺ. നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ബൈ ഗൈസ്. പിന്നെ ഒരു കാര്യം, നമ്മള് എന്നും ഡെയിലി വ്ലോഗ്സ് ഇടും പറഞ്ഞു. പക്ഷേ എന്താ ചെയ്യുന്നത്? എന്താന്നറിയില്ല, ഇത്രയും 20 മെമ്പേഴ്സ് ഫാമിലി ആയതുകൊണ്ട് ഫുൾ ബിസിയാണ് ഗൈസ്. ഒരു സമയം ടൈം കിട്ടണില്ല ഗൈസ്. വീഡിയോ അങ്ങനെ എടുക്കും, എഡിറ്റ് ചെയ്യാൻ തോന്നില്ല. എഡിറ്റ് ചെയ്യാൻ പോയിട്ട് ഉറങ്ങുന്ന സമയമാണ്. വെറുതെ തള്ള കുഴപ്പമില്ല, കിടക്കട്ടെ. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.